ഹലോ. ഹലോ. ബ്രോ എവിടെ വരണ്ടേ? ആ ചേട്ടൻ ഇപ്പൊ എവിടെ ഉള്ളേ? ഞാനിപ്പം പത്തനംതിട്ട അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എവിടെ വരണ്ടേന്ന് പറഞ്ഞാൽ മതി, അവിടെ വരാം. പത്തനംതിട്ട ആ, എവിടെ വരണമെങ്കിലും അവിടെ വരാം. എപ്പോഴത്തേന് എത്തായിരിക്കും? നിങ്ങൾ പറയുന്ന ടൈമിൽ എവിടെ വരണോ അവിടെ വരും. ഞാൻ എലിവേറ്റി ഒക്കെ തീരുമ്പോഴേക്കും 11 മണിയാകും. ഞാന് എങ്ങോട്ട് വരണം? മുണ്ടക്കയം വരണോ? അപ്പൊ ഞാനിവിടെ സാധനം വെച്ചിട്ട് റൂട്ടിൽ പോകാം. ഇവിടെ നിന്ന് കളക്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ. എങ്ങോട്ടാ റൂട്ടിൽ പോന്നേ? അത് എരുമേലിയാ. അപ്പൊ എരുമേലിക്ക് വരുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും മീറ്റ് ചെയ്യാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്ത് അതിഗംഭീരമായി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ഇന്നലെ തന്നെ ഒരു ഓർഡർ വരാനുണ്ടായിരുന്നു. ഒരു ടെൻ്റാണ്. ടെൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻ്റ്. സാധാരണ അത് പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ടെൻ്റാണ്. ആ ടെൻ്റ് കറക്റ്റ് ഇന്നലെ തന്നെ നമുക്ക് കൈ കിട്ടേണ്ടതാണ്. അപ്പം അത് കറക്റ്റ് ടൈമിൽ നമ്മൾ വന്നു ഓർഡർ ചെയ്ത് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് പോകുന്ന, നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ഡേറ്റിൽ തന്നെ ആ ടെൻറ്റ് നമുക്ക് വരികയും ചെയ്തു. പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം കണ്ട് കോൾ വന്നത് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഉടനെ തന്നെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തിരിച്ച് ഞാൻ കോൾ ചെയ്തപ്പോൾ എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളത് ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ ആണെങ്കിലും ഞാൻ വന്ന് മേടിച്ചോളാം, നമുക്കത് അത്യാവശ്യമല്ലേ. അപ്പം ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ ആണെങ്കിലും ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നേ ഇല്ല. അപ്പോൾ അത് എനിക്കൊന്ന് ആമസോണിൻ്റെ ആ ഒരു നമ്പറിൽ നിന്നാണ് വന്നത്. വിളിച്ചിട്ടൊന്നും ഒരു ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ച് തീരുന്നുണ്ട്, എടുക്കുന്നില്ല. പിന്നീട് ഞാൻ പിന്നെ ആ ഡെലിവറി ചെയ്യുന്ന ആളുടെ പേഴ്സണൽ നമ്പർ ഞാൻ എടുത്തു. അത് വേറൊരു വഴിക്ക് ആ നമ്പരൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ വിളിച്ചപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവരിൽ നിന്ന് ഡെലിവറി എടുത്തിട്ടുള്ള, എനിക്ക് കൊണ്ടു തന്നിട്ടുള്ള ഒരാളാണ്, നല്ലൊരു ചെറുപ്പക്കാരൻ. പക്ഷേങ്കിൽ പെട്ടെന്ന് അവൻ ഒരു കോൾ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പോയി, വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ക്യാൻസൽ ചെയ്തിട്ട് പോയി. അപ്പോൾ അത് പിന്നീട് എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം ഇന്ന് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇന്നലെ തന്നെ എവിടെ വേണമെങ്കിലും വന്ന് മേടിച്ചോളാം, എനിക്ക് അത്ര അത്യാവശ്യം, ഞാൻ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അതിനി മടങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും അത് ഇന്നിപ്പോൾ നടക്കത്തില്ല ചേട്ടാന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ എന്ത് പറയാനാണ്. നമുക്ക് നഷ്ടങ്ങൾ ഒരുപാടായി. പക്ഷെ ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇന്നായാലും ഞാൻ വന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ അവിടുന്ന് പിന്നെ ഒരുപാട് ദൂരം പോയെടുത്ത് നമ്മൾ തിരിച്ചു വന്നു. ഇപ്പം നമ്മൾ വീണ്ടും മുണ്ടക്കയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് അവിടെ ചെന്നിട്ട് വേണം അത് കളക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വേറെ ഒരുപാട് സംഭവങ്ങൾ, നമ്മൾ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഓരോ യാത്രകൾ തിരുത്തി അത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. വേറെ ഒരുപാട് വലിയൊരു പ്രശ്നം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രശ്നമായിപ്പോയി. ഇത് അതിനെക്കുറിച്ച് ഞാൻ പറയാം വിശദമായിട്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം. പക്ഷെ ഇതിപ്പോൾ നമ്മൾ പോയി മേടിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ടെൻറ്റ് മേടിക്കാനുള്ള പോക്കാണ്. അത് ഒരുപാട് ദൂരം ഇനി പോകണം. അപ്പം നമുക്ക് എത്രമാത്രം നഷ്ടമാണെന്നുള്ളത് ആലോചിക്കണം. നമ്മുടെ സമയം പോകുന്നു, നമ്മുടെ ഡീസൽ അങ്ങനെയുള്ള ചിലവുകളൊക്കെ നമുക്കങ്ങ് സഹിക്കാന്ന് വെക്കാം. അത് വലിയ നഷ്ടമാണ്. എങ്കിൽ പോലും നമ്മളൊരു പ്ലാൻ ചെയ്തൊരു യാത്ര ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള നമ്മളൊരു ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരികയാണ്. പക്ഷെ അതിനപ്പുറം സമയം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും ഇപ്പം പോയി മേടിച്ചേ പറ്റത്തുള്ളൂ, അത് ഇല്ലാതെ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ മാത്രമാണ് എനിക്കതൊരു പ്രശ്നമില്ല. ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോയി ഡെലിവറി എടുക്കുന്ന കാര്യങ്ങളും ഏതാ ടെൻ്റ് എന്തുവാന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. നമ്മുടെ യാത്രാ വിശേഷങ്ങളെല്ലാം ഞാനിങ്ങനെ പങ്കുവെക്കും. ഇതിപ്പം ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വ്യത്യസ്തമായ കുറേ കാഴ്ചകളായിരിക്കും നമ്മുടെ ക്യാമറകൾ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൂടെ ഉണ്ടാകണം, എല്ലാ സപ്പോർട്ടും തരണം. ഹലോ ബ്രോ, ഞാൻ എരുമേലിലെത്തി, എങ്ങോട്ട് വരണം?
എന്നാ വലിയ ഒറ്റപ്പാലത്തിന്റെ അങ്ങോട്ട് വരിക. ആ പഴയ കൊച്ചൊക്കെ പഴയ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ അവിടെ ഉണ്ട്, പാലത്തിനപ്പുറത്ത്. പാലം കഴിഞ്ഞ് മുന്നോട്ടല്ലേ? ആ പാലം കഴിയുമ്പോ കുറവാൻ വഴിക്ക് പാലം കഴിഞ്ഞിട്ട് തന്നെ അവിടെ കാണും. ആ ഓക്കെ ഓക്കെ. ഇത് എരുമേലി പള്ളിയാണ്. എരുമേലി പള്ളിയിലെ ചീഫ് ഇമാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റിയാസ് അൽ കാസ്മി. അദ്ദേഹം ഇന്നെന്തോ തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ എനിക്കൊന്നു ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70ാം വാർഷികമാണ് കൊല്ലത്ത് വെച്ച്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം യാത്രയിലാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ എരുമേലിയിൽ നിന്ന് കൊരട്ടിപ്പാലത്തിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഡെലിവറി ബോയ് അവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം കണ്ടോ, ടെൻറ്റ്. ഇതിപ്പം നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഇവർക്ക് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി ഇത് വേണം, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, സാധനം നമ്മുടെ കയ്യിൽ കിട്ടി. പക്ഷെ ഞാൻ പറയുന്നത് എന്തെന്നറിയോ, ഞാൻ ആ ചെറുപ്പക്കാരനെ കുറ്റം പറയൊന്നുമല്ല. അവനെന്തോ ഇപ്പം സംസാരിച്ച പോലെ പറഞ്ഞു, അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അവനെന്തോ ഹോസ്പിറ്റൽ കേസ് വന്നായിരുന്നു, അവൻ്റെ ആരോ റിലേറ്റീവ് ആകാണ്ട് ഹോസ്പിറ്റലിലായി പോയി പെട്ടെന്ന്. അങ്ങനെ പോണ്ടി വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് അങ്ങ് ക്യാൻസൽ ചെയ്തു, അങ്ങ് പോയി. അതാ പറ്റിപ്പോയി. പക്ഷെ അത് നമ്മൾ പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനൊരു സംഭവം. ഞാൻ അവന് അന്നേരം തന്നെ പറഞ്ഞു, നിങ്ങൾ വരുന്ന എവിടാണോ അവിടെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞതാണ്. എന്തോ അത്യാവശ്യത്തിന് പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മളാരെയും ഓരോരുത്തരും അവരുടെ ഓരോ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഡെലിവറിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഈ വെയിലും കൊണ്ട് ബൈക്കിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ടേ, ഒരുപാട് പോകണം. ഇത് ബൈക്കിലല്ല, ഒരു എനിക്ക് തോന്നുന്നു ചെറിയ മിനി വാനാണ്, അതിലാണ് വന്നത്. എങ്കിൽ പോലും രാവിലെ തൊട്ട് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. രാവിലെ 7 മണി 8 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ്. അന്നേരം തൊട്ട് കിടന്ന് കഷ്ടപ്പെട്ട് അങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ അവർ പിന്നെ പെട്ടെന്ന് പോകേണ്ട സാഹചര്യം വന്നുകൊണ്ട് ഹോസ്പിറ്റൽ കേസായതുകൊണ്ട് പോയതാണ്. അതിനകത്ത് കുഴപ്പമില്ല, ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ നമുക്ക് ഒരുപാട് നഷ്ടം വന്നു. നമുക്ക് 10 കണ്ട് ഇന്ന് കവർ ചെയ്ത് തീർക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ ഏതായാലും ഇത്രയും ദൂരം ഇവിടേക്ക് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അത് ട്രിപ്പ് ഇടുക്കിയിലേക്ക് ആക്കിയേക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കണക്കൂട്ടലിലാണല്ലോ പോകുന്നത്. നമുക്കൊരു പ്ലാൻ ഉണ്ടല്ലോ. ആ പ്ലാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാന് വലിയ പ്രശ്നം വരാത്ത രീതിയിൽ പത്തനംതിട്ട ജില്ല ലാസ്റ്റിലേക്കാക്കി, നമ്മുടെ സ്വന്തം ജില്ലയിൽ. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കവർ ചെയ്യാമല്ലോ. അത് ലാസ്റ്റിലേക്കാക്കിക്കൊണ്ട് ഇടുക്കിയിൽ നിന്ന് തുടങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇവിടെ കിടന്ന് ഭയങ്കര അലയാണ്, അമീറ മറിയൊക്കെ ഭയങ്കര അലയാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അമീറ മറിയ അങ്ങ് അലച്ചോട്ടെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനം കിട്ടി. ഇനിയിപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു ഡെലിവറിയും കൂടെ നമ്മൾ കളക്ട് ചെയ്യാനുണ്ട്, ഗോപ്രോഡ് ബാറ്ററി. അപ്പോൾ അത് ഒന്ന് വിളിച്ച് നോക്കണം എവിടെയാണെന്നുള്ളത്, അതും പോയി കളക്ട് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. മൈക്കിൻ്റെ എന്തോ എറർ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ മൈക്കില്ലാതാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സൗണ്ടിന് വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. എന്തായാലും എന്തോ ഇത്രയും നാൾ കുഴപ്പമില്ലാത്ത മൈക്ക് എററാണ്, എന്തോ പ്രശ്നമുണ്ട് അതിന്. അതൊന്ന് നോക്കണം. ഈ യാത്രയുടെ ടെൻഷനും എല്ലാം കൂടെ ആയതുകൊണ്ട് ഒരു ചെറിയ വിഷമം മനസ്സിനുണ്ട്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടെ ഉണ്ടാവണം. സൈനിങ് ഓഫ്, നൗഷാദ്.